നിങ്ങൾ ഒരു വർഷമല്ലേ പറഞ്ഞു പറ്റിക്കുന്ന ബൈക്ക് വാങ്ങിച്ചു തരാൻ. എന്നിട്ട് എവിടെ ബൈക്ക്? നിങ്ങളെ കൊണ്ട് ഒക്കൂല്ലെങ്കിൽ പിന്നെ കേൾക്കാൻ പോയത്. ഈ ബൈക്ക് വാങ്ങിച്ചിട്ട് എന്നോട് സംസാരിച്ചാൽ മതി. എന്തുവാടാ പ്രശ്നം? അച്ഛനാടാ +2 ചോദിച്ചപ്പോ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ ബൈക്ക് ഒരു വർഷം ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ല. ഒരു ബൈക്കൊക്കെ ആകുമ്പോ ചെലവല്ലേടാ, നീ നിന്റെ അച്ഛന് കുറച്ച് സമയം കൊടുക്കും. എടാ ഇവർക്ക് പറ്റാത്ത പണിയാണെങ്കിൽ ഇവരെന്തിനാ ഏറ്റത്? അവരങ്ങനെ ആടാ അല്ലേലും അവരെ കൊണ്ട് പറ്റാത്തയാണേലും അവരത് ഏറ്റത്. ഞാനും എന്റെ അച്ഛനോട് ഇങ്ങനെയാണടാ. നിങ്ങൾ +2 പാസ്സായ ഐഫോൺ വാങ്ങിച്ചു തരാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ മാസം 3 എന്നിട്ട് എവിടെ? ഈ മാസം ഡേറ്റ് ആണ്, അടുത്ത മാസം വാങ്ങിച്ചു തന്നാൽ മതിയാ. ഇത് തന്നെ കഴിഞ്ഞ 3 മാസമായിട്ട് പറയണം. അടുത്ത മാസം എന്തായാലും വാങ്ങിച്ചു തരാം. എന്നൊന്ന് ഈ മാസം ഒന്ന് വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഇനി ഐഫോൺ വാങ്ങിച്ചിട്ട് എന്നോട് സംസാരിച്ചാൽ മതി. ഞാൻ പോവാണേ. അപ്പ വിളിക്കുന്നടാ. എങ്ങനെയോട്ട് പോവാൻ പറ. ഇത് പരിപാടിയാണ് കഴിഞ്ഞ. എനിക്ക് വേണ്ടി ഐഫോൺ മേടിക്കാൻ പോയതാ. The number you are trying to call is currently. The number you are trying to call is. ഹലോ, ഈ ഫോണിന്റെ ഉടമസ്ഥൻ നിനക്കറിയാം? ഞാൻ അയാളുടെ മോനാണ്. പുള്ളി ഒരു ലോറി ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ ആരൊക്കെ ഉള്ളത് നോക്കിയിട്ട് LMS ഹോസ്പിറ്റലിൽ ഒന്ന് വരാൻ പറഞ്ഞു. കണ്ണില്ലാതാകുമ്പോ അല്ല വില മനസ്സിലാവുള്ളൂ. എനിക്ക് പറ്റിയ തെറ്റി നിനക്ക് പറ്റലാ. ഹലോ അച്ഛാ, ബൈക്ക് താമസിച്ച് വാങ്ങിച്ചതെന്നാലും പിന്നെ ബൈക്ക് വാങ്ങിച്ചിട്ടേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നേരത്തെയൊക്കെ പറഞ്ഞതിൽ സോറി. ഇപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങ് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു കൊടുക്കാം.